ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഉത്തരം വെറുതെ മനസ്സിൽ പറഞ്ഞാൽ മതി. നമ്മുടെ ഫോണിൻ്റെയോ മനസ്സിൻ്റെയൊക്കെ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന ഒരാൾ ഒത്തിരിയായി ഒന്നും മിണ്ടിയിട്ട്, പക്ഷെ മുമ്പ് നമ്മുടെ ദിവസങ്ങൾ തുടങ്ങിയിരുന്നത് തന്നെ അവർക്ക് മെസ്സേജ് അയച്ചോ വിളിച്ചോ നേരിട്ട് കണ്ടോ ഒക്കെ ആവാം. അത് ചിലപ്പോൾ സൗഹൃദമാവാം, പ്രണയമാവാം, ഓ someone very special to us, ആരും ആവാം. ബട്ട് ഇൻ ദ എൻഡ് വി ഓൾ ബിക്കം സ്ട്രേഞ്ചേഴ്സ് ടു someone once we knew എന്ന് പറയും. ഒരു കാലത്ത് അത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നവർക്കിടയിൽ ഇന്ന് അപരിചിതരേക്കാൾ നിശബ്ദതയുണ്ടാകും. ഉണ്ടോ അങ്ങനെ അറിയാനും? വെട്ടത്തിൽ പറയുന്ന പോലെ വഴിയിൽ വെച്ച് ഒരു മഴയത്ത് എൻ്റെ കുടക്കീഴിലേക്ക് ഓടിക്കയറിയ ആളാതാ. മഴ തീർന്നപ്പോൾ ഓക്കെ ബൈ എന്നൊക്കെ പറഞ്ഞൊരു പോക്കാണ്. നമ്മുടെ കേസിൽ പക്ഷേ നേരെ ചോദിയൊരു ഓക്കെ ബൈ പോലും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ഈ മിണ്ടി മിണ്ടാതായവരെന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് വേണ്ടിയിട്ടാവട്ടെ ഈ വീഡിയോ. ആൻഡ് അഗൈൻ ഐ റിപ്പീറ്റ്, വി ഓൾ ബിക്കം സ്ട്രേഞ്ചേഴ്സ് ടു someone we once knew. ഈ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റട്ടെ. ഒരുപാട് മനസ്സിൽ തട്ടിയ ഒരു ലൈനുണ്ട്. നമ്മളൊരാളെ യാതൊരു സംശയമില്ലാതെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന സമയത്ത് നമുക്ക് റിട്ടേൺ കിട്ടുന്നത് ഇതിലൊന്നായിരിക്കും. ഒന്ന്, എ പേഴ്സൺ ഫോർ ലൈഫ്. രണ്ട്, എ ലെസൺ ഫോർ ലൈഫ്. സംഭവം ശരിയാണ്. ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് മറ്റേ ചില്ലുപാത്രം പോലെയാണെന്നൊക്കെ പറയും. ഒരു തവണ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെയും പഴയതുപോലെ സെറ്റാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ കഴിയുന്നതും ഒരുപക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവർക്ക് തന്നെയായിരിക്കും. വേഴ്സ്റ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ കാരണം ഈ വിശ്വാസങ്ങൾ ലംഘിക്കപ്പെട്ടേക്കാം. പക്ഷേ ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന വാക്കിന് ഒരു പവർ ഉണ്ട്. അതെന്നും അങ്ങനെ തന്നെ നിലനിർത്തുന്നിടത്താണ് അതിന്റെ സൗന്ദര്യം. നമ്മുടെ മെസ്സേജുകൾക്ക് ക്വിക്കായിട്ട് റിപ്ലൈ തന്നുകൊണ്ടിരുന്നവർ പെട്ടെന്നൊരു മൊമെന്റ് കഴിയുമ്പോഴത്തേക്കും മെസ്സേജ് ഓപ്പൺ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ടില്ല എന്നടിക്കുക, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. ഇത് മെസ്സേജിന്റെ കാര്യത്തിൽ മാത്രമല്ല, എവറിത്തിങ്. പക്ഷെ ഒരു കാര്യം അറിയോ, നോ വൺ ഈസ് ടു ബിസി ഓൾ ദ ടൈം. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രയോറിറ്റീസ്. ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മളില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒരു പരിധി വിട്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത്. ഒരാളിന്റെ മനസ്സിൽ നമുക്കുണ്ടായിരുന്ന സ്ഥാനം മാറുന്നതനുസരിച്ച് അവർ നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയത്തിന്റെ ദൈർഘ്യവും മാറും. അതുകൊണ്ട് അവരുടെ മനസ്സിൽ ഒരു സ്ഥാനം ഇല്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് മുമ്പ് നമ്മളായിട്ട് മാറിക്കൊടുക്കണം. കുറച്ച് പാടാണ്, എങ്കിലും അതാണ് നല്ലത്.